മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 26-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9ാമത്തെ ശ്ലോകം. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരീഃ ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തീ ത്വത്സാരൂപ്യം പ്രാപ്യ ദീദീപ്യതേ സ്മാ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഭഗവാൻ ഗരുഡാധിരൂഢനായിട്ട് ഇന്ദ്രദ്യുമ്നൻ എന്നുള്ളതായിട്ടുള്ള ആ ഗജേന്ദ്രന് പ്രത്യക്ഷമായി കാണാറായി എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ഭഗവാൻ ഇന്ദ്രദ്യുമ്നെയും ഈ ഹുഹു എന്നുള്ളതായ ഗന്ധർവനെയും രണ്ടുപേരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതാണ് പറഞ്ഞത്. പറയാൻ പോണത് ഈ ശ്ലോകത്തിൽ. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ. തം ഹസ്തീന്ദ്രം, ആ ഗജേന്ദ്രനെ, ഹസ്തി എന്ന് പറഞ്ഞാൽ ആന, ഹസ്തം വിശിഷ്ടമായിട്ടുള്ള ഹസ്തമുള്ളത് ഹസ്തി, അതായത് ആന. തുമ്പിക്കൈ വിശേഷിച്ച് എല്ലാവർക്കും ഇല്ലാത്തതാണല്ലോ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ തുമ്പിക്കൈ ഉള്ളത് കൊണ്ടാണ് ഹസ്തി എന്ന ആനയ്ക്ക് പേര്. അപ്പം അങ്ങനെയുള്ളതായ ഹസ്തി ഇന്ദ്രൻ എന്നുള്ളത് അതിൽ ശ്രേഷ്ഠൻ. ഹസ്തീന്ദ്രൻ തം, ആ ഹസ്തീന്ദ്രനെ, ആ ഗജേന്ദ്രനെ, ഹസ്തപത്മേന, പത്മം പോലെയുള്ള ഹസ്തം കൊണ്ട്, തൻ്റെ കൈകൊണ്ട്, ഹസ്തപത്മേന, തൻ്റെ താമരപ്പൂവാകുന്ന, തൻ്റെ താമരപ്പൂ പോലെയുള്ളതായിട്ടുള്ള കൈകൾ കൊണ്ട്, ആ കൈകളിൽ താമരപ്പൂ തന്നെയാണ് എന്നുള്ള പറയാണ്. അത്ര അതുപോലെ എന്നല്ല, ആ പൂവ് തന്നെയാണ് ഈ കൈ എന്നുള്ളതാണ്. അത്ര മനോഹരമാണ് ആ കൈ എന്നാണ്. അപ്പം അങ്ങനെ ഹസ്തപത്മേന, ആ താമരപ്പൂ പോലെയുള്ള തൻ്റെ കൈകൊണ്ട് ധൃത്വാ, അങ്ങോട്ട് പിടിച്ചു എന്നാണ്. ആ താമരപ്പൂ പോലെയുള്ളതായിട്ടുള്ള കൈകൊണ്ട് ആ ആനയുടെ തുമ്പിക്കൈയിമ്പിലാണല്ലോ, അത് മാത്രമേ പൊങ്ങിയിട്ടുള്ളൂ. ആ ആന നീട്ടി നിൽക്കുന്നതായിട്ടുള്ള ആ തുമ്പിക്കൈയിൽ അങ്ങോട്ട് പിടിച്ചു. ഹസ്തപത്മേന ധൃത്വാ, അതിനെ, ആനയെ അങ്ങോട്ട് പിടിച്ചു തൻ്റെ കൈകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. ആ വളരെ പ്രേമത്തിൻ്റെ ആധിക്യാണ് ആ കൈ കൊണ്ടുള്ളതായിട്ടുള്ള ആ പിടുത്തം. അപ്പം അങ്ങനെ ആ തൻ്റെ കൈകൊണ്ട് ആ ആനയെ അങ്ങോട്ട് പിടിച്ചു. അപ്പം പിടിച്ചു കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ഹസ്തപത്മേന ധൃത്വാ ചക്രേണത്വം നക്രവര്യം വ്യദാരീഹി. ത്വം, അങ്ങ് ചക്രേണ, അങ്ങയുടെ സുദർശന ചക്രം കൊണ്ട്, കയ്യിലുള്ളതായിട്ടുള്ള സുദർശന ചക്രേണ ത്വം നക്രവര്യം, ആ മുതല ശ്രേഷ്ഠൻ, നക്രവര്യൻ എന്ന് പറയുമ്പോൾ മുതലകളിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഈ ആയിട്ടാണ് ഈ ഹുഹു എന്നുള്ളതായിട്ടുള്ള ഗന്ധർവനും ഉണ്ടായിട്ടുള്ളത്. അപ്പം നല്ല ശക്തിമാനായിട്ടുള്ള മുതലയാണ്. അതാണല്ലോ ഈ ആനയായിട്ട് 1000 കൊല്ലം യുദ്ധം ചെയ്യാനായിട്ട് സാധിച്ചുല്ലോ, പിടിവിടാണ്ടേ അങ്ങടും ഇങ്ങടും പിടിച്ചു വലിച്ചും കൊണ്ട് 1000 കൊല്ലം കഴിച്ചു കൂട്ടിയപ്പോൾ ആ നക്രശ്രേഷ്ഠൻ തന്നെയായിരുന്നു ആ ഗന്ധർവൻ മുതലയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തം നക്രവര്യം, ആ നക്രശ്രേഷ്ഠനെ, നക്രം എന്ന് പറഞ്ഞാൽ മുതല, ആ നക്രവര്യനെ, മുതല ശ്രേഷ്ഠനായ ആ മുതലയെ വ്യദാരീഹി, അങ്ങ് വധിച്ചു എന്നാണ്. അതിനെ അങ്ങോട്ട് ആ നക്രവര്യനെ ഹസ്തം കൊണ്ട് അങ്ങോട്ട് കീറി, അതായത് ഹസ്തം കൊണ്ട് അതിനെ കൊന്നു. അല്ല, ചക്രം കൊണ്ട് തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയെ കൊന്നു. ചക്രേണത്വം നക്രവര്യം വ്യദാരീഹി, ആ നക്രശ്രേഷ്ഠനെ അങ്ങ് കീറി മുറിച്ചു എന്നാണ്. അതായത് തൻ്റെ ചക്രം കൊണ്ട് വധിച്ചു എന്ന്, തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയെയും വധിച്ചു. ചക്രേണത്വം നക്രവര്യം വ്യദാരീഹി ഗന്ധർവേ അസ്മിൻ ഗന്ധർവേ, ഈ ഗന്ധർവൻ, അതായത് ഈ കുഹു എന്നുള്ളതായിട്ടുള്ള ഗന്ധർവനാണല്ലോ. ദേവലസ്യാപി ശാപാൽ എന്നൊക്കെ പറഞ്ഞുള്ളൂ. ദേവല മഹർഷിയുടെ ശാപം കൊണ്ട് ഹുഹു എന്നുള്ളതായിട്ടുള്ള ആ ഗന്ധർവനാണ് ഇവിടെ മുതലയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ അസ്മിൻ ഗന്ധർവേ, ഈ ഗന്ധർവൻ മുക്തശാപേ, ശാപത്തിൽ നിന്ന് മുക്തനായപ്പോൾ, അതായത് ഭഗവാന്റെ കൈകൊണ്ടുള്ളതായിട്ടുള്ള ആ മരണം, അതുകൊണ്ട് തന്നെ ആ ഗന്ധർവന് ശാപമുക്തിയൊക്കെ വന്നു, ശാപത്തിൽ നിന്ന് മോചനം വന്നു. അങ്ങനെ ആ ശാപത്തിൽ നിന്ന് മുക്തമായിട്ട് തീർന്നപ്പോൾ, അതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ, ഭഗവാന്റെ കൈകൊണ്ടുള്ളതായിട്ടുള്ള മരണം കൊണ്ട് ആ
ഗന്ധർവനും ശാപമോക്ഷം വന്ന് ശാപത്തിൽ നിന്ന് മുക്തനായി എന്നാണ് പറയുന്നത്. ഗന്ധർവേ അസ്മിൻ മുക്തശാപേ, ശാപം എല്ലാം മോചിപ്പിച്ചിട്ട് വീണ്ടും ശാപത്തിൽ നിന്നെല്ലാം മോചിതനായിട്ട് തീർന്നു. നക്രഭാവം തന്നെ ഇല്ലാതായി. അങ്ങനെ ഗന്ധർവേ അസ്മിൻ, അവിടെ ഒന്നിച്ചാണ് ഗന്ധർവേസ്മിൻ എന്ന് പറയുമ്പോൾ ഗന്ധർവേ അസ്മിൻ മുക്തശാപേ സഹസ്തി, ആ സമയത്ത് സഹസ്തി, ആ ആന, അതായത് ഈ ഇന്ദ്രദ്യുമ്നൻ എന്നുള്ളതായിട്ടുള്ള ആന, ആ ആനയുടെ ഭാവം ലഭിച്ചിരുന്നതായിട്ടുള്ള ആ ഇന്ദ്രദ്യുമ്നൻ ത്വത്സാരൂപ്യം പ്രാപ്യ, അങ്ങയുടെ സാരൂപ്യത്തെ പ്രാപിച്ചു എന്നാണ്. സാരൂപ്യത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയ്ക്ക് തുല്യമായിട്ടുള്ള രൂപത്തെ, സദൃശമായിട്ടുള്ള രൂപത്തെ പ്രാപിച്ചു. ഇപ്പം അങ്ങനെ വിഷ്ണു പാർഷദന്മാരൊക്കെ അങ്ങനെയായിട്ടാണല്ലോ, എല്ലാവർക്കും വിഷ്ണുവിൻ്റെ രൂപമാണ്. നേരത്തെ തന്നെ ആ ജാമിള മോക്ഷത്തിലൊക്കെ പറയുണ്ടായി. എന്നാൽ വിഷ്ണു പാർഷദന്മാർ എല്ലാം ചതുർഭുജന്മാരായിട്ട് അങ്ങനെയൊക്കെയാണ്, ഭഗവാനെ പോലെ തന്നെ ഉള്ളതായിട്ടുള്ള ആകൃതിയോട് കൂടിയിട്ടാണ് അവിടെ പാർഷദന്മാരൊക്കെ. അപ്പം അങ്ങനെ വിഷ്ണു പാർഷദനായിട്ട് തീർന്നു ആ ഇന്ദ്രദ്യുമ്നനും. സാരൂപ്യം, അങ്ങയുടെ സാരൂപ്യത്തെ പ്രാപിച്ചിട്ട്, സായുജ്യം, സാരൂജ്യം, സാലോക്യം എന്നൊക്കെ ഉണ്ട്. സാലോക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ വിഷ്ണു ലോകത്തിൽ വൈകുണ്ഠത്തിൽ വസിക്കാനുള്ളതായിട്ടുള്ള ഇത്. സാരൂപ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വരൂപം, ഭഗവാന്റെ സ്വരൂപം തന്നെ ലഭിക്കുക എന്നുള്ളത്, അതായത് ഭഗവാന്റെ സ്വരൂപം ധരിച്ചിട്ട് വൈകുണ്ഠത്തിൽ വസിക്കുക. സായുജ്യം എന്ന് പറഞ്ഞാൽ അങ്ങായിട്ട് ഒന്നിച്ചു ചേരുക, വേറെ ഒന്ന് ഇല്ലാതെ കണ്ടാവുക, അങ്ങനെ സായുജ്യം. ഇവിടെ സാരൂപ്യം, അങ്ങയുടെ സാരൂപ്യത്തെ പ്രാപിച്ചിട്ട് ഭഗവാനെ പോലെ തന്നെ ആയി തീർന്നിട്ട്, ത്വത്സാരൂപ്യം പ്രാപിച്ചിട്ട് ദേദീപ്യതേ സ്മ, ദേദീപ്യതേ എന്ന് വെച്ചാൽ അത്യന്തം ദീപ്തനായിത്തീരുന്നു, അത്യന്തം ശോഭിക്കുന്നു എന്നാണ്. ദേദീപനം എന്ന് പറയുമ്പോൾ അതാണ് നല്ലപോലെ ഒന്നും കൂടി ശക്തിയായിട്ടുള്ളതായിട്ടുള്ള ശോഭ, അത്യധികം ശോഭിച്ചു എന്നാണ്. അങ്ങയുടെ സാരൂപ്യത്തെ പ്രാപിച്ച് ആ ഇന്ദ്രദ്യുമ്നൻ അത്യന്തം ശോഭിച്ചു. സ്മ എന്ന് ചേർക്കണത് സ്വതേ ലെട്ട് വർത്തമാനകാലം പ്രയോഗിക്കുമ്പോൾ ഈ സ്മാന്നും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഭൂതകാലം അർത്ഥത്തെയാണ് ബോധിപ്പിക്കണത്. ഇപ്പോൾ പോയ ഇന്ദ്രദ്യുമ്നൻ്റെ ഇതൊക്കെ കഴിഞ്ഞു പോയ കഥകളാണോ ആണല്ലോ. അപ്പോൾ ദേദീപ്യതേ സ്മ, ദേദീപ്യതേ അത് പ്രശോഭിക്കുന്നു എന്ന് പ്രശോഭിച്ചു. അങ്ങനെ അദ്ദേഹം ഇന്ദ്രദ്യുമ്നൻ എന്നുള്ളതായിട്ടുള്ള പാണ്ഡ്യരാജാവ് ഹസ്തിയായിട്ട് തീർന്നു. ശാപം കൊണ്ട് നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് ആദ്യം ഹസ്തിയായിട്ട് തീർന്നു. പിന്നെ ആ ഭഗവാനെ ആരാധിച്ചിട്ട് മുൻപിലത്തെ ജന്മത്തിലെ സംസ്കാരം കൊണ്ട് ഭഗവാന്റെ ജ്ഞാനമുണ്ടായി. അങ്ങനെ ആ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നിർഗുണ ബ്രഹ്മമായിട്ടുള്ള ഭഗവാനെ തന്നെ സ്തുതിച്ച്, അപ്പോൾ ബാക്കി ആരും ഞാനല്ല, എന്നെയല്ല സ്തുതിക്കണത് എന്ന് തീർച്ചയാക്കിയിട്ട് നിന്നപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ തന്നെ ഗരുഡാരൂഢനായിട്ട് വന്നിട്ട് ആ നക്രത്തിനെ, മുതലയെ വധിച്ച് ഈ അദ്ദേഹത്തിൻ്റെ ഹസ്തിയുടെ കയ്യും പിടിച്ച് അദ്ദേഹത്തെ തൻ്റെ സാരൂപ്യം കൊടുത്തുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. നേരിട്ട് ഭഗവാൻ വന്ന് നേരിട്ട് കൊണ്ടുപോവുകയാണ് വൈകുണ്ഠത്തിലേക്ക്. അതിലധികം ആനന്ദം എന്താ വേണ്ടതുള്ളത്? അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി അദ്ദേഹത്തിന് സാരൂപ്യം കൊടുത്തു എന്നാണ് ഈ കഥയിലെ. അതാണ് ഗജേന്ദ്രമോക്ഷം എന്നാണ് പ്രസിദ്ധമായിട്ട് ഈ ഭാഗം പറയപ്പെടുന്നത് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഗജേന്ദ്രനെ അനുഗ്രഹിക്കുകയാണ്. കേവലം സാരൂപ്യം കൊടുക്കുക മാത്രമല്ല ചെയ്തത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാദ് ഇത്യുക്തൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. ഇനി അതിൻ്റെ ഒരു ഫലശ്രുതി പറയാണ്. ഇത് ഈ കഥ പറയണത് കൊണ്ടുള്ളതായിട്ടുള്ള ഫലശ്രുതി, ഈ കഥ കീർത്തിക്കുന്നത് കൊണ്ടുള്ളതായിട്ടുള്ളൊരു ഫലം ആണ് ഭട്ടേരിപ്പാട് പറയണത്. അതായത് ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചതായിട്ടാണ് പറയണത്. ഏതത് വൃത്തം, ഈ വൃത്താന്തത്തെ, അതായത് ഈ ഗജേന്ദ്രന് മോക്ഷം കൊടുത്തതായിട്ടുള്ള ആ കഥയെ, ഏതത് വൃത്തം, ഈ വൃത്തത്തെ, ത്വാം ച മാം ച, നിന്നെയും എന്നെയും, ത്വാം നിന്നെ, മാം എന്നെ,
എന്നെയും കുറിച്ചുള്ളതായ ഈ കഥ, അത് ഈ കഥയും നിന്നെയും എന്നെയും രണ്ടുപേരെയും ഭഗവാനെക്കുറിച്ചും പ്രശംസിക്കുക, എന്നെക്കുറിച്ചും ഗജേന്ദ്രനെക്കുറിച്ചും ഇന്ദ്രദ്യുമ്നനെക്കുറിച്ചും പ്രശംസിക്കുക. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ കഥ ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേ പ്രഭാതത്തിൽ, പ്രാതകാലത്തിൽ, പ്രാതകാലത്തിൽ യഹ ആരാണോ ഗായേത് പാടുന്നത്, സ്തുതിക്കുന്നത്, ഈ കഥ പാടി സ്തുതിക്കുന്നത് ആരാണോ, കാലത്ത് ഗജേന്ദ്രമോക്ഷം ചെല്ല വളരെ വിശേഷമാണെന്നാണ് ഓരോ സമയം പറയുന്നുണ്ട് ഓരോ കഥകൾക്കും. അപ്പം അങ്ങനെ ഈ ഗജേന്ദ്രമോക്ഷം അത് ചൊല്ലി സ്തുതിക്കാനുള്ളതായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം പ്രാതകാലാണ് എന്നാണ്. പ്രാതകാലത്ത് നിന്നെയും എന്നെയും കുറിച്ചുള്ളതായ ഈ വൃത്താന്തം ആരാണോ ഗായേത് പാടി പുകഴ്ത്തുന്നത്, സോയം സഹ അയം അപ്രകാരമുള്ള ഇവൻ, അതായത് അപ്രകാരം പാടി പുകഴ്ത്തുന്നതായിട്ടുള്ള മനുഷ്യൻ, സഹ അയം ഭൂയസേ ശ്രേയസേ സ്യാദ്. ഭൂയ അത്യന്തമായിട്ടുള്ള, ഭൂയ എന്ന് വെച്ചാൽ വീണ്ടും എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അങ്ങനെയല്ല, അത്യധികമായിട്ടുള്ള ശ്രേയസ്സിന് പാത്രമായി തീരും. ഭൂയസേ ശ്രേയസേ സ്യാദ്, ഭൂയസ്സായിട്ടുള്ള അത്യധികമായ ശ്രേയസ്സിനായിക്കൊണ്ട് ഭവിക്കും, അവന് അത്യധികമായ ശ്രേയസ് ഉണ്ടാകും. ഭൂയസ്സായിട്ടുള്ളതായ ശ്രേയസ്, അത്യധികമായ ശ്രേയസ് അവന് സംഭവിക്കും. ഭൂയസേ ശ്രേയസേ സ്യാദ്. ഇതി ഉക്ത്വാ ഏനം, അവിടെ പദം മുറിക്കുമ്പോൾ ഇത്യുക്ത്വൈനം, ഇതി ഉക്ത്വാ ഏനം, ഇപ്രകാരം ഇവനോട് പറഞ്ഞിട്ട്, ഏനം ഇവനോട്, അതായത് ഹസ്തീന്ദ്രനോട്, ഇന്ദ്രദ്യുമ്നനോട് ഇപ്രകാരം പറഞ്ഞിട്ട്, അതായത് നമ്മെക്കുറിച്ചുള്ളതായിട്ടുള്ള ഈ കഥ ആരാണോ പാടി പുകഴ്ത്തുന്നത് അവന് ഭൂയസേ ശ്രേയസേ സ്യാദ്, അത്യധികമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാകുമെന്ന് ഇതി ഉക്ത്വാ പറഞ്ഞിട്ട്, ഏനമാരോട്, ഗജേന്ദ്രനോട്, ഇന്ദ്രദ്യുമ്നനോട് ഇപ്രകാരം പറഞ്ഞിട്ട്, ഇത്യുക്ത്വാ ഏനം തേന സാർദ്ധം, അവനോട് കൂടി തന്നെ, ഇന്ദ്രദ്യുമ്നനോട് കൂടി തന്നെ, തൻ്റെ സാരൂപ്യം പ്രാപിച്ചതായ ആ ഇന്ദ്രദ്യുമ്നെയും കൂട്ടിക്കൊണ്ട്, തേന സാർദ്ധം, സാകം സമം സഹ എന്നൊക്കെ ഒരർത്ഥത്തിലുള്ളതാണ്, കൂടെ എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതായിട്ടുള്ള പദങ്ങളാണ്. തേന സാർദ്ധം അവനോടുകൂടി, ആ ഗജേന്ദ്രനോടുകൂടി, ഇന്ദ്രദ്യുമ്നോടുകൂടി, ഇത്യുക്ത്വാ ഏനം ഇവനോട് ഇപ്രകാരം പറഞ്ഞിട്ട്, തേന സാർദ്ധം അവനോടുകൂടി, അതായത് ആ ഇന്ദ്രദ്യുമ്നോടുകൂടി, ത്വം ഗതഃ അങ്ങ് പോയി, ഗതഃ പോയവനായി അങ്ങ് പോയി, ഗതസ്ത്വം ഗതഃ ത്വം അങ്ങ് യാത്രയായി അങ്ങ് പോയി. എവിടേക്ക്? ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയെ, എവിടേക്കാണ് പോയത്? ധിഷ്ണ്യം, തൻ്റെ ധാമത്തിലേക്ക്, തൻ്റെ ആവാസസ്ഥാനത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക്, തൻ്റെ ആവാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക്, ധിഷ്ണ്യം വൈകുണ്ഠത്തിലേക്ക് പോയി. വിഷ്ണു, അല്ലയോ ഭഗവാൻ വിഷ്ണു ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ്. പാഹി വാതാലയേശ, അങ്ങ് അല്ലയോ വാതാലയേശ ഗുരുവായൂരപ്പ, പാഹി രക്ഷിച്ചാലും, അല്ലയോ വിഷ്ണുവായ ഗുരുവായൂരപ്പ അങ്ങനെ രക്ഷിച്ചാലും. വിഷ്ണു എന്നുള്ളതും സംബോധന, വാതാലയേശ എന്നുള്ളതും സംബോധന. അല്ലയോ വാതാലയേശനായ ഗുരുവായൂരേശനായ അല്ലയോ വിഷ്ണു അങ്ങ് എന്നെ പാഹി രക്ഷിച്ചാലും എന്ന് ആ ശ്ലോകത്തോട് കൂടിയിട്ട് ഗജേന്ദ്രമോക്ഷം എന്നുള്ളതായിട്ടുള്ള കഥ അവസാനിപ്പിക്കുകയാണ്. ശ്ലോകം 2 ചെല്ലാം. ഹസ്തീന്ദ്രം തം ഹസ്തപത്നേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരീഹി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തീ ത്വത്സാരൂപ്യം പ്രാപ്യ ദീപ്യതേ സ്മാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കൊമ്പൻ തന്നെ താമരക്കൈകളാലേ പൊക്കിയിട്ടങ്ങും കൊന്നു നക്രം സ്വചക്രാൽ മോക്ഷം കിട്ടിഗ്രാഹി ഗന്ധർവനായി നിൻ സാരൂപ്യം നേടി ശോഭിച്ചിതാനാ. ഏതദ്വൃത്തം ത്വം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാദ് ഇത്യുക്തൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കാലത്തെന്നും നമ്മുടെ സച്ചരിത്രം
കീർത്തിക്കുന്നോനേറ്റം ഐശ്വര്യമുണ്ടാം എന്നോദിത്തൻ ധാമമെത്തി ഭവാനും രക്ഷിക്കന്നേ വാതനാഥ ദയാത്മൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.